വെൽക്കം ടു മാസ്റ്റർമൈൻഡ്. മാസ്റ്റർമൈൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് തേർഡ് ഫേസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫേസിലും ചോദിച്ചൊരു ഭാഗമാണ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതിയെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് എന്തായിരുന്നാലും വേണം. അപ്പോൾ പരിസ്ഥിതി ഇപ്പോൾ നമ്മുടെ സിലബസിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. എന്താണ് പരിസ്ഥിതി? അതുപോലെ നമ്മൾ ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴേക്കും നമുക്ക് ചുറ്റുമുള്ളതിനെ എക്കോസിസ്റ്റം എന്ന് വിളിക്കാം. ആവാസ വ്യവസ്ഥ നമ്മൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ലിവിങ്ങോ ആയിക്കോട്ടെ, നോൺ ലിവിങ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിന് ആവാസ വ്യവസ്ഥ. ഈ ആവാസ വ്യവസ്ഥ ഉൾപ്പെടുന്നതാണ് നമ്മുടെ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നമ്മുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും അല്ലാതെയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ പരിസ്ഥിതിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ എന്താണെന്നും നമുക്ക് ഒരു വാസ്റ്റ് സിലബസാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഇന്ന മേഖലകളെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ഫേസിലും ചോദിച്ചൊരു ഭാഗമായതുകൊണ്ട് ഈ ഫേസിലും ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കും. പരിസ്ഥിതി അവർക്ക് ഏറ്റവും 1-2 ക്വസ്റ്റ്യൻ പരിസ്ഥിതിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ എന്താണ് പരിസ്ഥിതി? അപ്പോൾ പരിസ്ഥിതിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ പരിസ്ഥിതി എന്നത് എന്താണ്? പരിസ്ഥിതി എന്നത് ജീവജാലങ്ങളും അവയുടെ ചുറ്റുമുള്ള ജൈവ അജൈവ ഘടകങ്ങളും ചേർന്നുള്ള സമഗ്ര വ്യവസ്ഥയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഒരു സമഗ്രമായിട്ടുള്ള, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, ഒരു സമഗ്രമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഒരു ഉടമ്പടി എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ജൈവ അജൈവ വസ്തുക്കളുമായിട്ട് നമ്മൾ വയ്ക്കുന്ന ഒരു ഉടമ്പടിയാണ് പരിസ്ഥിതി. അതിലെന്തെങ്കിലും നമ്മൾ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാക്കും. വായുമലിനീകരണം നമ്മൾ ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസ് കാരണം ഉണ്ടാകുന്നതാണ്. വാട്ടറിൽ ഉണ്ടാകുന്ന മലിനീകരണം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയുമായിട്ടുള്ള ഈ ഒരു നമ്മുടെ ജൈവ ഘടകങ്ങളോട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടിയാണ് പരിസ്ഥിതി. നമുക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി, നമ്മുടെ ആവാസ വ്യവസ്ഥ. അപ്പോൾ ഈ അജൈവ ഘടകങ്ങൾ ചേർന്നുള്ള ഒരു സമഗ്ര വ്യവസ്ഥയാണ് പരിസ്ഥിതി എന്ന് വിളിക്കുന്നത്. ജനസംഖ്യ വർധന, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയവ പരിസ്ഥിതിയിൽ നിരവധി പ്രശ്നങ്ങൾ. നമ്മൾ ഈ ബേസിക് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എന്താണ് പരിസ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പരിസ്ഥിതിയെ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ വളരെ ശോഷണത്തിലേക്കും വളരെ ബുദ്ധിമുട്ടിലേക്കും എത്തിക്കുന്ന ഘടകങ്ങൾ? പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജനസംഖ്യ വർധന. നമുക്ക് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കൺസപ്ഷൻ ഉയരും, നമ്മുടെ ഉപഭോഗം ഉയരും. ഉപഭോഗം ഉയരുന്നതിൻ്റെ ഫലമായിട്ട് പൊല്യൂഷൻസ് അതിൻ്റേതായ തീവ്രതയിൽ ഉയരും. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ എണ്ണം കൂടുമ്പോഴേക്കും എയർ പൊല്യൂട്ടൻസിൻ്റെ എണ്ണം കൂടുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശരാശരി കൂടുകയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രകൃതിവാതകം ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ പൊല്യൂട്ടൻസ് ഉണ്ടാകും. അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗം, അല്ലെങ്കിൽ നമ്മുടെ ജനസംഖ്യാ വർധനവിൻ്റെ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പരിസ്ഥിതിയുടെ ആഘാതം, അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ശോഷണം. അപ്പോൾ രണ്ടാമത്തെ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ വ്യവസായവൽക്കരണത്തിലൂടെ ഒരുപാട് രീതിയിൽ സോയിൽ പൊല്യൂഷൻ ആയിരുന്നാലും, ഈ മണ്ണിൻ്റെ മലിനീകരണമായിരുന്നാലും, ജലമലിനീകരണമായിരുന്നാലും, വായുമലിനീകരണമായിരുന്നാലും വളരെ വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണം ഒന്നാണ് വ്യവസായവൽക്കരണം. ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാതെ ഉണ്ടായ വ്യവസായവൽക്കരണം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഈ ഘടകങ്ങൾ എല്ലാം തന്നെ വേണ്ടെന്ന് വച്ചിട്ട് നമുക്ക് ഈ വായു മലിനീകരണമായിക്കോട്ടെ, മണ്ണ് മലിനീകരണപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്യവസായവൽക്കരണത്തിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പാണ് സത്യം പറഞ്ഞാൽ ഈ പരിസ്ഥിതിയുടെ ശോഷണത്തിലേക്കുള്ള പ്രധാന ഒരു കാരണങ്ങളിലൊന്ന്. അടുത്ത നഗരവൽക്കരണം. ഈ നഗരവൽക്കരണത്തിലൂടെ മരങ്ങളുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ ഡീഫോറസ്ട്രേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രകൃതി ദുരന്തത്തിലേക്ക്, ആഘാതത്തിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് മലിനീകരണങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മലിനീകരണങ്ങൾ ഈ പൊല്യൂഷൻ ഒരുപാട് രീതിയിലുണ്ട്. വായു മലിനീകരണം, ജലമലിനീകരണം. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നോക്കാം. പരിസ്ഥിതിയിൽ ദോഷകരമായ വസ്തുക്കൾ കലരുന്നതിനെയാണ് മലിനീകരണം എന്ന് വിളിക്കുന്നത്. നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ ദോഷകരമായിട്ടുള്ള, നമുക്കോ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജൈവ വസ്തുക്കൾക്കോ, അജൈവ വസ്തുക്കൾക്ക് അങ്ങനെ ഒരു
പോയിസണിങ്ങോ അങ്ങനെ ഒരു പൊല്യൂഷനോ കാരണമാകുന്നില്ല. പക്ഷേ ജൈവ വസ്തുക്കൾക്കുണ്ടാകുന്ന ദോഷകരമായിട്ടുള്ള വസ്തുക്കളെയാണ്, അല്ലെങ്കിൽ ജൈവ ഘടകങ്ങൾക്കുണ്ടാകുന്ന ദോഷകരമായിട്ടുള്ള വസ്തുക്കളെയാണ് മലിനീകരണമെന്ന് നമ്മൾ വിളിക്കുന്നത്. ഒന്നാമത്തെ വായു മലിനീകരണം. വായുവിൽ ഹാനികരമായ വാതകങ്ങളും പൊടിപടലങ്ങളും കലരുന്നതാണ് വായു മലിനീകരണം. ഹാനികരമായിട്ടുള്ള പൊടിപടലങ്ങളോ ഇതോ കലരുന്നത്, എക്സാമ്പിൾ ഈ NO2 ഒക്കെ ഇല്ലേ, NO2, NO, CO, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ വായു മലിനീകരണത്തിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരം വായു മലിനീകരണ ഹാനികരമായിട്ടുള്ള വായുവിൽ വാതകങ്ങളും പൊടിപടലങ്ങളും ഇത്തരം ഘടകങ്ങൾ കലരുന്നതിനെയാണ് വായു മലിനീകരണമെന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഒന്നാമത്തത് ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉണ്ടാക്കുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. രണ്ടാമത്തെ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പുക. 3 ഫോസിൽ ഇന്ധനങ്ങളുടെ ദഹനം അല്ലെങ്കിൽ അവ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക. വനനശീകരണം എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാകുക? വനനശീകരണം ഭയങ്കര ഇൻഡയറക്റ്റ്ലി നമ്മളെ വനങ്ങളാണ് ഒരു പരിധി വരെ മനുഷ്യജീവനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ വനങ്ങൾ നശിക്കുമ്പോഴേക്കും വായു മലിനീകരണവും അതിനോട് ചേർന്ന് ബാക്കിയുള്ള എല്ലാം തന്നെ നശിക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ നശിക്കും. അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പുക, വ്യവസായശാലകൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ ദഹനം, വനനശീകരണം. അപ്പോൾ ഇതൊക്കെ കാരണമാണ് വായു മലിനീകരണം ഉണ്ടാകുന്നത്. ഇനി പ്രധാന മലിനീകരണങ്ങൾ എന്തൊക്കെയാണെന്ന്. കാർബൺ മോണോക്സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകളിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. നൈട്രജൻ ഓക്സൈഡുകളിൽ നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡ്, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോഴാണ് നമുക്ക് അമ്ലമഴയൊക്കെ ഉണ്ടാകാൻ കാര്യം, ആസിഡ് റെയിനൊക്കെ ഉണ്ടാകാൻ കാര്യം. അടുത്ത് കണികാ മലിനീകരണം. ഇത് ഇത്ര കണികയിലുള്ള മറ്റേ പൊടിപടലങ്ങളുടെ കാര്യം. അപ്പോൾ ഈ കണികാ മലിനീകരണം, നൈട്രജൻ ഓക്സൈഡുകൾ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇവയൊക്കെ എന്താണ്? വായു മലിനീകരണത്തിൻ്റെ പ്രധാന മലിനീകരണ ഏജൻസ്. അപ്പോൾ ഇവ കാരണം ഉണ്ടാകുന്ന ഫലങ്ങൾ: ശ്വാസകോശ രോഗങ്ങൾ, റെസ്പിറേറ്ററി, അതിനെ സംബന്ധിച്ച് ലങ്സിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. 2 അമ്ലമഴ, ആസിഡ് റെയിൻ. 3 ആഗോളതാപനം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. ഗ്ലോബൽ വാർമിംഗ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആഗോളതാപനം എന്താണ്, അതിൻ്റെ എഫക്റ്റുകൾ എങ്ങനെയാണ്, എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ അമ്ലമഴയായിരുന്നാലും ഫലങ്ങൾ, ഈ റെസ്പിറേറ്ററി ട്രാക്സ് ആയിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി മോൺട്രിയൽ പ്രോട്ടോക്കോളും മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള, റാംസാർ സൈറ്റുകളെ പറ്റി പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇത്തരം വായു മലിനീകരണ ഏജൻസി കാരണം ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. കാർബൺ മോണോക്സൈഡ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകലുണ്ട്. നമുക്ക് മറ്റ് അസുഖങ്ങളിലേക്ക് കൊണ്ടുവിടാൻ പറ്റുന്ന തരത്തിൽ ഈ ഫ്ലൂയിഡ് ലങ്സിലേക്ക് കെട്ടുന്ന തരത്തിലുള്ള രോഗങ്ങൾ വളരെ വലിയ രീതിയിൽ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മലിനീകരണ ഏജൻസിൻ്റെ എണ്ണം വായുവിൽ കൂടുന്നതാണ് വായു മലിനീകരണത്തിൻ്റെ ഏറ്റവും വലിയ ദോഷവശങ്ങളിലൊന്ന്. ഇനി അമ്ലമഴയ്ക്ക് കാരണമാകുന്ന കെമിക്കൽസ്, രാസവസ്തുക്കളാണ് ഏതൊക്കെയാണ്? നൈട്രജൻ ഓക്സൈഡുകളാണ്. നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും, ഇവ രണ്ടുമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന പ്രധാന ഏജൻസ്. ഇനി അടുത്തത്, ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രധാന മലിനീകരണമാണ് ജലമലിനീകരണം. നമ്മൾ കേട്ടിട്ടുണ്ട്. ജലമലിനീകരണമാണ് ഏറ്റവും നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ രണ്ടാമത്. വായു മലിനീകരണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ജലമലിനീകരണമാണ്. വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഇത് നേരെ അവർക്ക് വേറെ വാട്ടർ സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നേരെ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള വാട്ടർ ബോഡിയിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്യും? വ്യവസായശാലകളിലെ മാലിന്യം കുന്നുകൂടും, അല്ലെങ്കിൽ അവിടെ കുമിഞ്ഞു കൂടും. ഇത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ജന്തുക്കൾ കാണും, ചിലപ്പോൾ മനുഷ്യന്മാർ തന്നെ കാണും. അപ്പോൾ ഇത് അവരെ ദോഷമായിട്ട് ഭവിക്കും. രണ്ടാമത്തത് ഗാർഹിക മലിനജലം. കാരണം നമ്മുടെ നമ്മളെ വീട്ട് ആവശ്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ പുറന്തള്ളുന്ന വെള്ളമില്ലേ, ഇതും മലിനജലമാണ്. അപ്പോൾ ഇതും ജലത്തെ എന്താക്കും? മലിനമാക്കും. മൂന്നാമത്തത് കീടനാശിനികൾ. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് DDTയുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, റേച്ചൽ കാഴ്സൺ. അപ്പോൾ റേച്ചൽ കാഴ്സൺ അതിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ ഫ്ലോ, ഈ ഒരു DDTയുടെ ഫ്ലോ
മണ്ണിൽ നിന്ന് മനുഷ്യനിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ കീടനാശിനികൾ ഈ ജലാശയങ്ങളിലേക്ക് പകരുമ്പോഴേക്കും അല്ലെങ്കിൽ പടർന്നു പിടിക്കുമ്പോഴേക്കും ഇത് നമ്മെ ഭയങ്കര ദോഷമായിട്ട് ബാധിക്കും. കീടനാശിനികൾ നമുക്ക് നല്ലതാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഈ കീടനാശിനികളുടെ അമിത ഉപയോഗം ജലാശയങ്ങളിലേക്ക് ഇവ പകരാനും അല്ലെങ്കിൽ പടർന്നു പിടിക്കാനും അതിൽ നിന്ന് നമ്മളിലേക്ക് പകരാനും അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരാനും കാരണമാകുന്നു. ഇത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കും. മൂന്നാമത്തത് ഇനി ഫലങ്ങൾ, ജലമാലിന്യ രോഗങ്ങൾ. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ, ടൈഫോയിഡ്, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ജലജീവികളുടെ നാശം, ജലജീവികളെ ഒരു പരിധി വരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവയെ ഭക്ഷിക്കാനോ അല്ലെങ്കിൽ അവയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്. ജലജീവികൾ നശിക്കുമ്പോൾ ഇവയും നശിക്കും. അപ്പോൾ ഇത് വലിയൊരു പാരിസ്ഥിതിക ആഘാതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. രണ്ടെണ്ണമായി യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. യൂട്രോഫിക്കേഷൻ എന്നൊരു പ്രക്രിയയിലേക്കും ഇത് കൊണ്ടെത്തിക്കും. വളരെയധികം ഓക്സിജൻ ഡിമാൻഡ് വളരെയധികം വർദ്ധിക്കും. അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഘടകം ഒരു കണ്ടീഷനിലേക്ക്, ബയോളജിക്കൽ കണ്ടീഷനിലേക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ കൊണ്ടെത്തിക്കാനും ജലമലിനീകരണത്തിന് സാധിക്കും. ഇനി അടുത്ത മലിനീകരണമാണ് മണ്ണ് മലിനീകരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. രാസവളങ്ങളുടെ ഉപയോഗം, കീടനാശിനികളുടെ ഉപയോഗം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യില്ല, ഡീഗ്രേഡ് ചെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ മണ്ണിൽ കുമിഞ്ഞുകൂടി മണ്ണിന് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും. അപ്പോൾ അതൊന്ന്, കീടനാശിനികളുടെ അമിത ഉപയോഗം അല്ലെങ്കിൽ രാസവളങ്ങളുടെ അമിത ഉപയോഗം നമ്മുടെ മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നശിപ്പിക്കും. അപ്പോൾ ഇത് മണ്ണ് മലിനീകരണമാണ്. ഇനി ഇതിൻ്റെ ഫലങ്ങൾ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറയുന്നു, ഭൂഗർഭജലം മലിനമാകുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ഭൂഗർഭജലം മലിനമാകുന്നു. ഈ ഭൂഗർഭജലമാണ് നമ്മുടെ കിണറുകളിൽ നിന്ന്, കുഴൽക്കിണറുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് മലിനമായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്കല്ലേ ഇത് പോകുന്നത് ആണ്. അപ്പോൾ അത് നമ്മുടെ പരിസ്ഥിതി നശിക്കുന്നതിലൂടെ അത് നമുക്കുണ്ടാകുന്ന ഒരു ആഘാതമാണ്. അപ്പോൾ മണ്ണ് മലിനീകരണം, ജലമലിനീകരണം, വായു മലിനീകരണം, ഇത് മൂന്നെണ്ണം പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അടുത്തത് മലിനീകരണം കഴിഞ്ഞ അടുത്ത ആഘാതമാണ് വനനശീകരണം, ഡീഫോറസ്റ്റേഷൻ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനനശീകരണം. വനപ്രദേശങ്ങളെ നശിപ്പിക്കുകയോ മറ്റാവശ്യങ്ങൾക്കായി മാറ്റുകയോ ചെയ്യുന്നതാണ് വനനശീകരണം. ഇതിനൊക്കെ തടയാൻ ഒരുപാട് നിയമങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വനപ്രദേശങ്ങൾ നശിപ്പിക്കുകയോ മറ്റാവശ്യങ്ങൾക്കായി മാറ്റുകയോ ചെയ്യുന്നതാണ് വനനശീകരണം. കാരണങ്ങൾ, എന്തിനാണ് വനനശീകരണം നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ വനനശീകരണത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഒന്ന്, കൃഷി വികസനം. ഇപ്പോൾ വനം ഒരു കൃഷിഭൂമി വനത്തിൻ്റെ അടുത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ കൃഷിയുടെ വികസനത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കൃഷിയുടെ വികസനം മുൻകണ്ടുകൊണ്ട് നമ്മൾ വനത്തെ നശിപ്പിച്ച് അവിടെ കൃഷി വികസിപ്പിക്കാൻ ശ്രമിക്കും. 2, നഗരവൽക്കരണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നഗരവൽക്കരണത്തിൻ്റെ ഒരു ആഘാതമാണ് ഈ ഡീഫോറസ്റ്റേഷൻ. നഗരവൽക്കരണം നടത്തുന്നതിലൂടെ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യും, മരങ്ങളായിരുന്നാലും കാടുകളായിരുന്നാലും വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഇഫക്റ്റ് എവിടെ ഉണ്ട്? ഡീഫോറസ്റ്റേഷനിലുണ്ട്. 3, ഖനനമാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഡീഫോറസ്റ്റേഷൻ്റെ തോത് കൂട്ടുന്നത് ഖനനമാണ്. ഖനനത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് വനങ്ങളെ നശിപ്പിക്കുന്നുണ്ട്, ഇന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വനം നശിക്കുന്നതിന് അല്ലെങ്കിൽ വനനശീകരണത്തിനുള്ള പ്രധാന 3 കാരണമാണ് കൃഷി വികസനം പോട്ടെ, നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണെന്ന് വയ്ക്കാം. പക്ഷെ ബാക്കി രണ്ടും, നഗരവൽക്കരണവും നമുക്ക് ഖനനമായിരുന്നാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നിയന്ത്രണാതീതമല്ല, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവയാണ്. അടുത്ത ഇതിൻ്റെ ഫലങ്ങൾ എന്താണ്? ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി. നമുക്കൊരു ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ഒരു ഡൈവേഴ്സിഫിക്കേഷനിലുള്ള എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡൈവേഴ്സ് ആയിട്ടുള്ള വളരെ വ്യത്യാസമുള്ള ഒരു ജീവജാലങ്ങളുടെ ഒരുപാട് വൈവിധ്യമുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ജൈവ വൈവിധ്യം നഷ്ടമായാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഇപ്പോൾ കളർഫുള്ളായിട്ടുള്ളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ആസ്വാദനം കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ജൈവ വൈവിധ്യത്തിന് നഷ്ടമുണ്ടാകും. രണ്ടാമത്തത് മണ്ണൊലിപ്പ്. ഈ മരങ്ങൾ നശിക്കുന്നതിലൂടെ
ഉറച്ചു നിൽക്കാനുള്ള മണ്ണിൻ്റെ കഴിവ് നശിക്കും. ഇതിലൂടെ എന്ത് ചെയ്യും? മണ്ണൊലിപ്പ് എന്ന് പറയുന്ന ഒരു പ്രകൃതി ദുരന്തമാകും, ഉരുൾപൊട്ടലിലേക്ക് കടക്കും അത്. അടുത്ത കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവികമായിട്ട് മരങ്ങൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥയെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നത് വനങ്ങളും മരങ്ങളുമാണ്. അപ്പോൾ അവ നശിച്ചു കഴിഞ്ഞാലുള്ള ആഘാതം എത്രത്തോളമാണെന്ന് ഓർത്ത് നോക്കി. കാലാവസ്ഥാ വ്യതിയാനവും എന്തിൻ്റെ വനനശീകരണത്തിൻ്റെ ഒരു ഫലത്തിൽ നമുക്ക് ചേർക്കാം. അടുത്ത ജൈവ വൈവിധ്യ നഷ്ടം. നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു മേഖലയാണ്. ഒരു പ്രദേശത്തെ സസ്യജന്തു വൈവിധ്യത്തിൻ്റെ കുറവിനെയാണ് എന്തെന്ന് പറയുന്നത്? ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നശിച്ചു കഴിഞ്ഞാൽ നമ്മളില്ല. നമ്മുടെ ജൈവ വൈവിധ്യം നശിച്ചു കഴിഞ്ഞാൽ നമ്മളില്ല. നാം എന്ന് പറയുന്ന വ്യക്തികൾ ഇല്ല, ജൈവ വൈവിധ്യം നശിച്ചാൽ. അടുത്തതായി ഇതിൻ്റെ കാരണങ്ങൾ. ജൈവ വൈവിധ്യം എങ്ങനെയാണ് നശിക്കുന്നത്? എങ്ങനെയാണ് ജൈവ വൈവിധ്യത്തിൽ നാശം സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയുടെ നാശം. ഇപ്പോൾ ഒരു ജീവിക്ക് സിംഹവാലൻ കുരങ്ങ് അവ എവിടെ മാത്രമാണ് കാണപ്പെടുന്നത്? സൈലൻ്റ് വാലിയിലാണ് കാണപ്പെടുന്നത്. വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വൃക്ഷത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിവർഗമാണ്. ആ മരങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നു. ആ മരങ്ങളെ കൂടെ തന്നെ ആ ജീവിവർഗവും ഇല്ലാതാകുന്നു. അപ്പോൾ ഒരു ജൈവ വൈവിധ്യമാണ്, ഒരു വൈവിധ്യമാർന്ന ഒരു ജീവജാലം, അല്ലെങ്കിൽ ഒരു ജീവജാലത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതിലൂടെ അത് നശിച്ചു പോവുകയല്ലേ. വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു മരവും അതിൻ്റെ ഒപ്പം തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറേ ജീവിവർഗ്ഗങ്ങൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ സംരക്ഷിതവുമായിട്ടുള്ളതിന് സിംഹവാലൻ കുരങ്ങുകൾ, ലയൺ ടൈൽഡ് മക്കാഗോ. അപ്പോൾ ഇവയുടെ നശീകരണവും അതിലൂടെ ഉണ്ടാകും. ജൈവ സമ്പത്തിൻ്റെ നാശനഷ്ടമാണ്. ആവാസ വ്യവസ്ഥ നശിച്ചു പോവുകയല്ലേ അവിടെ ആണ്. രണ്ടാമത് മലിനീകരണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. മലിനീകരണം എന്ത് ചെയ്യും? ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. ആവാസ വ്യവസ്ഥ നശിച്ചാൽ ജൈവ വൈവിധ്യം നശിക്കും. അന്യജാതി ജീവികളുടെ കടന്നുകയറ്റം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഫുഡ് ചെയിൻ ഉണ്ട്. ആ ഫുഡ് ചെയിനിലെ ഏതെങ്കിലും ഒരു കണ്ണി ഇല്ലാതാകുകയാണ്. അപ്പോൾ ആ ഫുഡ് ചെയിനിലെ അങ്ങോട്ടുള്ള എല്ലാ ജീവിജന്തുക്കളും, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒരു ജീവിജന്തുക്കളുടെ ഒരു കൂട്ടം പെറ്റുപെരുകുന്നു. അത് മറ്റു ജീവികളുടെ നിലനിൽപ്പിന് ആഘാതമുണ്ടാക്കുന്നു. അപ്പോൾ ഒരു ജീവിയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് പുറത്തു നിന്നുള്ള, അതാണ് അന്യജാതി ജീവികളുടെ കടന്നുകയറ്റം. ഇതും എന്ത് ചെയ്യും? ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്തും. ഇതിൻ്റെ ഫലങ്ങളോ? ഭക്ഷ്യശൃംഖല തകരുന്നു, നമ്മുടെ ഫുഡ് ചെയിൻ തകരുന്നു. ഫുഡ് ചെയിൻ തകർന്നു കഴിഞ്ഞാൽ വളരെ വലിയ ആഘാതം. നമുക്ക് ഫുഡ് ചെയിനിൽ ഒരു ഗ്രാസ് ഹോപ്പർ പോയെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു തവള പോയെന്ന് പറഞ്ഞോ ഒന്നുമില്ലെന്നൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷേ അതിനൊരു ലോങ് ടേമിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കും. അത് ഉറപ്പാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. അത് ലോങ് ടേമിലോട്ട് നോക്കുമ്പോഴേക്കും അതൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. അടുത്തത് പരിസ്ഥിതി സന്തുലനം നഷ്ടപ്പെടുന്നു. ഒരു ബാലൻസിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. എല്ലാവരും ഒരു ബാലൻസിലാണ് പോകുന്നത്. ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ പോയി. ചിലവർ പിടിച്ച് നിൽക്കുമായിരിക്കും, പക്ഷെ സർവൈവ് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്കൊരു സന്തുലിതാവസ്ഥയുണ്ട്. നമ്മുടെ പരിസ്ഥിതിക്കൊരു സന്തുലിതാവസ്ഥയുണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. അത് നഷ്ടപ്പെടും. ഈ ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നതിലൂടെ അത് നഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു വളരെ വണ്ടർഫുൾ ആയിട്ടൊരു കളർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്ന ആലോചിച്ച് നോക്കിയേ. ഒരുപാട് ജൈവ വൈവിധ്യമുള്ളത് 1, 2 ചുരുങ്ങുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ സ്കെയറി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം അവിടെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അടുത്ത ആഗോളതാപനം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആഗോളതാപനം കുറച്ച് ക്ലാസ് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഗോളതാപനം ഭൂമിയുടെ ശരാശരി താപനില വളരെയധികം കൂടുന്നത്, ക്രമാതീതമായിട്ട് കൂടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗോളതാപനം എന്ന് പറയുന്നത്. ആഗോളതാപനത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളും സൈഡ് എഫക്ട്സും ഫലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആഗോളതാപനം പ്രധാന ഹരിത ഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഇവയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പഠിച്ചിട്ടുണ്ട്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഫോർമുല പഠിച്ചോളണം, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്.
ഇതിൻ്റെ ഫലങ്ങളോ ഹിമാനികളുടെ ഉരുകൽ, നിരപ്പ് ഉയരുന്നു, തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ആഗോളതാപനത്തിൻ്റെ പരിമിത ഫലങ്ങളാണ്. ഓസോൺ പാളിയുടെ ശോഷണം നമ്മളിത് പഠിച്ചു. മോൺട്രിയൽ പ്രോട്ടോകോൾ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓസോൺ പാളിയുടെ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ നിന്ന് സംരക്ഷിക്കുന്നു. എന്തിൻ്റെ കാരണം? CFC ഹാലോണുകളുടെ അമിത ഉപയോഗം അല്ലെങ്കിൽ അമിതമായിട്ട് അവയെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് കൊണ്ടാണ് ഓസോൺ പാളിയിൽ ശോഷണം ഉണ്ടാകുന്നത്. ഫലങ്ങൾ ത്വക്ക് ക്യാൻസർ, നേത്ര രോഗങ്ങൾ, ഇവയൊക്കെ UV റേസ് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ത്വക്ക് ക്യാൻസർ. അപ്പോൾ ഇവയൊക്കെ ഉണ്ടാകാം. അതിൻ്റെ പരിമിത ഫലങ്ങളാണ്. ഇനി അമ്ലമഴ, ആസിഡ് റൈൻ, SO2 NOx എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നൈട്രസ് ഓക്സൈഡ് സംയുക്തങ്ങൾ എന്നാണ് പറയുന്നത്. അതിൽ നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും വരും കേട്ടോ. ശരി. എന്നിവ മഴ വെള്ളവുമായി ചേർന്ന് അമ്ലങ്ങളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആസിഡായി വെള്ളവുമായിട്ട് ഇത് കലരുമ്പോൾ ഇവ ആസിഡാവും, സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. ഫലങ്ങൾ കെട്ടിടങ്ങളുടെ നാശം, ജലാശയങ്ങളിലെ ജീവികളുടെ നാശം, മണ്ണിൻ്റെ അമ്ലത വർദ്ധിക്കൽ. അപ്പോൾ ഇവയെല്ലാം എന്തിന്? ആസിഡ് റെയിന് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ടോ? അടുത്ത മരുഭൂവൽക്കരണം, ഡെസർട്ടിഫിക്കേഷൻ. ഡെസർട്ടാകും. ഉൽപാദനക്ഷമമായ ഭൂമി ക്രമേണ മരുഭൂമി ആകുന്നതിനെയാണ് ഡെസർട്ടിഫിക്കേഷൻ. ക്ഷമമായെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൃഷി യോഗ്യമായിട്ടുള്ള എന്തായിരുന്നാലും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഭൂമി പെട്ടെന്ന് മരുഭൂമി ആകുന്നതിനെയാണ് മരുഭൂവൽക്കരണം, ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അമിതമായിട്ടുള്ള മേച്ചിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേസിങ് ഒരുപാട് ഈ കാറ്റിൽസിനെ കൊണ്ടുപോയി വന്ന് അവയെ കൊണ്ട് മേയാൻ വേണ്ടി വിടുന്നതും. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഇത്രയേ പറ്റത്തുള്ളൂ എന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായാൽ, അമിതമായാൽ എന്തും വിഷമാണ്. അടുത്ത വനനശീകരണം. അടുത്ത കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ അമിത മേച്ചിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വനനശീകരണം. വനനശീകരണം, ജലദൗർലഭ്യം. മഴയുടെയൊക്കെ കുറവ് കാരണവും എന്തുണ്ടാകാം? കാരണങ്ങൾ അമിത മേച്ചിൽ, വനനശീകരണം, ജലദൗർലഭ്യം. ഇപ്പോൾ ഈ മരുഭൂവൽക്കരണം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് അമിത മേച്ചിൽ, വനനശീകരണം, ജലദൗർലഭ്യം. ഇനി ഖരമാലിന്യം, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ സാധനമാണ്. ഈ 3R തത്വം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, പുനഃചംക്രമണം ചെയ്യുക. ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഈ മാലിന്യങ്ങൾ, ജൈവ മെഡിക്കൽ മാലിന്യങ്ങൾ, ഇവയാണ് ഖരമാലിന്യങ്ങൾ. അപ്പോൾ ഇവയെ എങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ഈ 3R തത്വം ഉപയോഗിച്ച് നമുക്ക് കുറയ്ക്കാം. റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, ഉപഭോഗം കുറയ്ക്കുക. റീയൂസ്, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയാണെങ്കിൽ ഉപയോഗിക്കുക. റീയൂസ്, റീസൈക്കിൾ, പുനഃചക്രമണം, വീണ്ടും അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ 3R തത്വം ഫോളോ ചെയ്താൽ ഖരമാലിന്യത്തിൻ്റെ ഉപഭോഗം അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാം. അപ്പോൾ ദേശീയ തലത്തിലുള്ള നയങ്ങളും നിയമങ്ങളുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ദേശീയ തലത്തിലുള്ള നയങ്ങളും നിയമങ്ങളിലും തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ സർഫസ് ലെവൽ മാത്രമേ നോക്കി പോകുന്നത്. ഞാൻ പറഞ്ഞു, ഒരുപാട് അകത്തോട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ കുറച്ച് നിയമങ്ങൾ എടുത്തിട്ടുണ്ട്, അത് മാത്രം കുറച്ച് അകത്തോട്ട് പഠിച്ചിട്ട് ബാക്കി നമുക്ക് സർഫസ് ലെവലിൽ നോക്കി പോകുന്നുള്ളൂ. അപ്പോൾ ഇത് കൂടാതെ ഇൻ്റർനാഷണലി നമ്മൾ അംഗീകരിച്ചിട്ടുള്ള, ഇൻ്റർനാഷണലി നമുക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസും കൂടെ, അല്ലെങ്കിൽ കുറച്ച് ഇതുണ്ട്, നിയമങ്ങൾ അല്ലെങ്കിൽ കോൺഫറൻസുകൾ, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നയങ്ങളും നിയമങ്ങളും. അതിൽ ആദ്യം പഠിക്കേണ്ട മോൺട്രിയലാണ്. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് റാംസാറാണ്. മൂന്നാമത് സ്റ്റോക്ക്ഹോം. നാലാമതായിട്ട് പഠിച്ചിട്ട് പോകേണ്ടത് പാരീസ് പ്രോട്ടോകോൾ. 5 ക്യോട്ടോ പ്രോട്ടോകോൾ. ഇതെന്നാണ് നടന്നത്, എന്താണ് അതിലെ പ്രധാന സംഭവം, ഇത്രയും പഠിച്ചു വയ്ക്കണം. എവിടെയാണ് നടന്നത്, ഏത് വർഷം, ഡേറ്റ്, ഇതെല്ലാ കാര്യങ്ങളും പഠിക്കുക. ക്യോട്ടോ പ്രോട്ടോകോൾ, അത് കഴിഞ്ഞിട്ട് എർത്ത് സമ്മിറ്റ് ഉണ്ട്, റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റ്, ഇത് പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം
ഇത്തരം കാര്യങ്ങൾ ഓർത്ത് തന്നെ വെച്ച് പഠിക്കുക. ഇത് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ഇത്രയും ഈ 6 എന്തായിരുന്നാലും പഠിച്ചിരിക്കണം. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. മോൺട്രിയൽ, റാംസാർ, സ്റ്റോക്ക്ഹോം, പിന്നെ പാരീസ് പ്രോട്ടോകോൾ, 2015 ക്യോട്ടോ, പിന്നെ എർത്ത് സമ്മിറ്റ്. ഈ 6 പഠിച്ചിട്ടേ പോകാമുള്ളൂ. ഇൻ്റർനാഷണലി നമ്മൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ 6. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ചധികം നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഉദ്ദേശം ഇന്ത്യയിലെ വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി 1972 പാസ്സാക്കിയ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം. എന്തിനാണ്? ഇന്ത്യയിലെ വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായിട്ടാണ്. ഇനി ഇന്ത്യയിൽ വേട്ടയാടൽ നിയന്ത്രിക്കാനും പഠിച്ചു വെച്ചോ, അടിവരെ എട്ടേനെ പഠിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ വേട്ടയാടൽ നിയന്ത്രിക്കാനും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കാനുമാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്തിനൊക്കെയാണ്? വേട്ടയാടൽ നിയന്ത്രിക്കണം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കണം. ഇത് രണ്ടുമാണ് പ്രധാന ഉദ്ദേശം. ഈ നിയമം കൊണ്ടുള്ള പ്രധാന ഉദ്ദേശമാണ് വേട്ടയാടലിനെ കുറയ്ക്കണം, അല്ലെങ്കിൽ വേട്ടയാടൽ നിയന്ത്രിക്കണം. വേട്ടയാടൽ ആവശ്യമാണെങ്കിലും പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അത് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. കാരണം ചില ജീവികളുടെ നിലനിൽപ്പിന് തന്നെ അത് ഹാനികരമാകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഈ നിയമം പാസ്സാക്കുന്നത് 1972. അപ്പോൾ വേട്ടയാടൽ നിയന്ത്രിക്കണം. പിന്നെ അത് രണ്ടാമത്തത് സംരക്ഷിക്കാൻ. എന്തിനെ? ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ജീവികളുണ്ടല്ലോ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ, ഇവയെ സംരക്ഷിക്കണം. ഇത് രണ്ടുമായിരുന്നു ഈ നിയമം കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം. 72 പാസ്സാക്കി. വേട്ടയാടൽ നിയന്ത്രിക്കുക എന്ന പ്രധാന ഉദ്ദേശം. പ്രധാന ലക്ഷ്യങ്ങൾ: വന്യജീവികളെയും പക്ഷികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുക. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴേ അതാണ്. അനധികൃത വേട്ടയാടൽ തടയുക. ഇമ്പോർട്ടൻ്റ് ആണ്. അനധികൃത വേട്ടയാടൽ തടയുക. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക. ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ സംരക്ഷിത പ്രദേശങ്ങൾ സ്ഥാപിക്കുക. അപ്പോൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയോദ്യാനങ്ങളും ഈ വന്യജീവി സങ്കേതങ്ങളും വന്നത്? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. വന്യജീവി ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നിയന്ത്രിക്കുക. ഇല്ലാതാക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിയന്ത്രിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിയന്ത്രിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോകരുത്. എല്ലാം ആവശ്യമാണ്, പക്ഷെ ആവശ്യത്തിൽ കൂടുതലാകരുത്. അതാണ്. അപ്പോൾ പ്രധാന വന്യജീവി വർഗ്ഗങ്ങളെല്ലാം, സസ്യങ്ങളെയും സംരക്ഷിക്കുക, വേട്ടയാടൽ തടയുക, അനധികൃതമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക. ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ വന്നത് ഈ നിയമപ്രകാരമാണ്. വന്യജീവി ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നിയന്ത്രിക്കുക. പ്രധാന വ്യവസ്ഥകൾ. ഇതിലെ പ്രധാന വ്യവസ്ഥകളാണ്. ഒന്നാമത്തത് വേട്ടയാടൽ നിരോധനം. എന്താണ്? നിയമം സംരക്ഷിക്കുന്ന മിക്ക ജീവികളെയും വേട്ടയാടുന്നത് കുറ്റകരമാണ്. ഇതിൽ സംരക്ഷിതമായിട്ടുള്ള കുറച്ച് ജീവിവർഗങ്ങളുണ്ട്. ഇവയുടെ വേട്ടയാടൽ കംപ്ലീറ്റ് ആയിട്ട് കുറ്റകരമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ഈ നിയമത്തിൽ. ആ ജീവിവർഗങ്ങളുടെ വേട്ടയാടൽ നിരോധിച്ചിരിക്കുന്നു. പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ സർക്കാർ അനുമതി നൽകുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എങ്കിൽ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, അപ്പോൾ പ്രത്യേക അനുമതിയോടുകൂടി വേട്ടയാടണം. അതാണ് വ്യവസ്ഥ 1, വേട്ടയാടൽ നിരോധനം. 2, സംരക്ഷിത പ്രദേശങ്ങൾ. അപ്പോൾ പ്രധാന വ്യവസ്ഥകളിൽ 1 വേട്ടയാടൽ. ഞാൻ നേരത്തെ പറഞ്ഞു, വേട്ടയാടൽ നിരോധനം ഒന്നാമത്തത്. രണ്ടാമത്തത് നിയമപ്രകാരം താഴെ പറയുന്ന സംരക്ഷിത മേഖലകൾ പ്രഖ്യാപിക്കാം. അപ്പോൾ നിയമപ്രകാരം താഴെയുള്ള സംരക്ഷിത മേഖലകൾ പ്രഖ്യാപിക്കുക. ഏതൊക്കെയാണ്? ദേശീയോദ്യാനം, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സംരക്ഷണ റിസർവ്, കൺസർവേഷൻ റിസർവ്, സമുദായ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ്. ഇത് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് സംരക്ഷണ പ്രദേശങ്ങളുടെ, വന്യജീവി സങ്കേതങ്ങളുടെ, ദേശീയോദ്യാനങ്ങളുടെ, ഇവയുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ ഏത് നിയമം വഴിയാണ്? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വഴി. ഇനി കുറച്ച് ഷെഡ്യൂളുകളുണ്ട്. 6 ഷെഡ്യൂളുകളുണ്ട്. 6 ഷെഡ്യൂളുകൾ നേരത്തെ ഉള്ളതാണ്. പക്ഷേ ഈ 6 ഷെഡ്യൂളുകളുടെ കാറ്റഗറിയിൽ
അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് കുറച്ച് മൃഗങ്ങളെയും കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളെയല്ല, അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂൾ ഏറ്റവും ഉയർന്ന സംരക്ഷണം ലഭിക്കുന്ന ജീവികൾ, ഇവയെ തൊടാനേ പാടില്ല. ഏറ്റവും ഉയർന്ന രീതിയിൽ, ഉയർന്ന തലത്തിൽ സംരക്ഷണം ലഭിക്കുന്ന ജീവികളാണ്. 2022 ഇതിനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, പേരെന്തുവാ, അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കൂടുതലും ഈ പഴയ നിയമത്തിൽ ഊന്നിയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഉയർന്ന സംരക്ഷണം ലഭിക്കുന്ന ജീവികളാണ് ഷെഡ്യൂൾ 1. വേട്ടയാടുന്നതിനും വ്യാപാരത്തിനും കർശന നിരോധനം. ഇവയെ വേട്ടയാടുന്നതിനും വ്യാപാരത്തിനും കർശന നിരോധനം. നിയമലംഘനത്തിന് കഠിനമായിട്ടുള്ള ശിക്ഷകളാണ്. ഉദാഹരണങ്ങളാണ് ബംഗാൾ ടൈഗർ, ഏഷ്യൻ എലിഫൻറ്റ്, ലയൺ ടെയിൽഡ് മക്കാക്കോ, സ്നോ ലെപ്പേർഡ്. അപ്പോൾ ഇതൊക്കെ ഷെഡ്യൂൾ 1 പെടുന്ന ജീവിവർഗ്ഗങ്ങളാണ്. ഇപ്പോൾ ഷെഡ്യൂൾ 1 പെടുന്നതിൽ ഏതൊന്ന് താഴെ ഉള്ള ഏതെന്ന് ചോദിക്കാം. ബംഗാൾ ടൈഗർ ഉണ്ട്, ഏഷ്യൻ എലിഫൻ്റ് ഉണ്ട്. ഇവയെല്ലാം ഇവയുടെ വേട്ടയാടലൊക്കെ കർശനമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. ഇവയൊക്കെ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള സംരക്ഷണം നൽകേണ്ട ജീവിവർഗ്ഗങ്ങളാണ്. അതാണ് ഷെഡ്യൂൾ 1. ഇനി ഷെഡ്യൂൾ 2, ഇതും ഉയർന്ന തോതിലുള്ള സംരക്ഷണം ലഭിക്കുന്ന ജീവികൾ തന്നെ. വേട്ടയാടലും വ്യാപാരവും ഇതിലും നിരോധനം തന്നെ. ശിക്ഷകൾ ഷെഡ്യൂൾ 1 സമാനമായിരിക്കും. ഷെഡ്യൂൾ 1 സമാനം തന്നെയാണ്. പക്ഷേ അതിൽ പെടാത്ത ബാക്കിയുള്ള ജീവികൾ, ചില കുരങ്ങ് വർഗ്ഗങ്ങൾ, ചില മാൻ വർഗ്ഗങ്ങൾ, ചില ഉരകങ്ങൾ, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. അതിൽ പെടാത്ത ബാക്കി സംരക്ഷണം ലഭിക്കേണ്ട ജീവികളെയാണ് ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ജീവിവർഗ്ഗങ്ങളെയാണ്. അപ്പോൾ ഷെഡ്യൂൾ 2 ഉള്ളതാണ് ഈ ജീവിവർഗ്ഗം. ഇനി ഷെഡ്യൂൾ 3 ഉണ്ട്. ഷെഡ്യൂൾ 3 ഷെഡ്യൂൾ 3 പെടുന്നതാണ്. ഷെഡ്യൂൾ 3 പെടുന്നത് ഇതിലും ഉയർന്ന രീതിയിലുള്ള സംരക്ഷണമില്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിന് വേട്ടയാടൽ വലിയ രീതിയിൽ നിരോധനമില്ല. ഇതും ചില മാൻവർഗ്ഗങ്ങളും ചില ഉരകങ്ങളും പെടുന്നതാണ്. വേട്ടയാടൽ പക്ഷേ അത്രയും നിരോധനമില്ല. നിയന്ത്രിതമായിട്ടുള്ള വേട്ടയാടൽ ഷെഡ്യൂൾ 3 ഉൾപ്പെടുന്നു. ഷെഡ്യൂൾ 4 ഉണ്ട്. ഷെഡ്യൂൾ 5 നമ്മുടെ ഈ ജീവിവർഗ്ഗം. ഷെഡ്യൂൾ 6 ഷെഡ്യൂൾ 6 ആണ് ഇതിൽ ഇനി ഇമ്പോർട്ടൻ്റ്. ഷെഡ്യൂൾ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിലാണ് ബ്ലൂ ബാൻഡ എന്ന് പറയുന്ന ഒരു തരം ഓർക്കിഡിനെ സംരക്ഷിത ഓർക്കിഡായിട്ട് പ്രഖ്യാപിച്ചത് ഈ ഷെഡ്യൂൾ 6 പ്രകാരമാണ്. കാരണം അവ ചില അസുഖങ്ങൾക്ക് ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനെ നമുക്ക് ചുമ്മാ വീട്ടിൽ വളർത്താനൊന്നും അങ്ങനെ അനുമതിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ആ ഷെഡ്യൂൾ 6 പ്രകാരം. അപ്പോൾ ഇതാണ് ഈ നിയമങ്ങളുടെ ആകെ ഇതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് പുറമെ പിന്നെ പഠിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റുണ്ട്. അത് പഠിച്ചിട്ട് തന്നെ പോകണം. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ആദ്യത്തേത് 1980 ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. പിന്നെ 1986 എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ഇത് കാരണമാണ് FAC ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി അതുമായിട്ട് നിലനിൽക്കുന്ന സെക്ഷൻ 3 പ്രകാരം രൂപീകരിച്ചതാണ്. സെക്ഷൻ 3 പ്രകാരം. കാരണം ഈ കമ്മിറ്റിയാണ് ഫോറസ്റ്റിനെ പറ്റിയുള്ള അല്ലെങ്കിൽ വനങ്ങളെ പറ്റിയുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ പരിഹരിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പഠിക്കുന്നതെല്ലാം കേന്ദ്ര സർക്കാരിന് അതിൻ്റേതായ ഉപദേശങ്ങളും മറ്റും നൽകുന്നത് ഈ ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റിയാണ്. ഏത് നിയമപ്രകാരമാണ് വന്നത്? ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1980. അപ്പോൾ ഫോറസ്റ്റ് അഡ്വൈസറി കമ്മിറ്റി ഇത് കഴിഞ്ഞ് രണ്ടാമത്തത് 1986 EP ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാര്യം പറഞ്ഞായിരുന്നു. 1986 EP എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം, ഈ EP ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാരണം
ജല സംരക്ഷണ നിയമം അല്ലെങ്കിൽ ജല നിയമം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ വായു, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സംയോജ്യം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരൊറ്റ കീഴിൽ കൊണ്ടുവന്നതാണ് കുട നിയമം എന്നറിയപ്പെടുന്നതാണ് EPA. കുട നിയമം എന്നാണ് അറിയപ്പെടുന്നത്, അംബ്രല്ല റൂൾ. അപ്പോൾ കാരണം ഈ കുട നിയമത്തിൻ്റെ കീഴിലാണ് EPA. ഈ രണ്ട് നിയമങ്ങളെയും കൂടെ സംയോജിപ്പിച്ചാണ് EPA, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ഈ രണ്ട് ആക്ട്, ഇതിന് പുറമെ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് പുറമെ പഠിച്ചിരിക്കേണ്ട രണ്ട് ആക്ടുകളാണ്. ഒന്ന് 1980 ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ടും, രണ്ടാമത്തത് EPA, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക എന്ന് പറയുന്നത്, കാരണം സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത്. അപ്പം നമ്മൾ വെറുതെ സർഫസ് ലെവൽ മാത്രം നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പഠിപ്പിച്ച പോലെ കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി എന്താണ് ഷെഡ്യൂൾ 1, എന്താണ് ഷെഡ്യൂൾ 2 എന്നൊക്കെ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പിന്നീട് ഈ ഭാഗത്ത് നിന്ന് നോക്കേണ്ടതാണ് ISROയുടെ, ഈ ഭാഗമല്ല, എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമല്ല, പിന്നെ ISRO, ടെക്നോളജി ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നാലും ഉറപ്പാണ്. അത് ISROയുടെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക, ISROയുടെ മേഖലകളും മറ്റ് കാര്യങ്ങളും. അപ്പോൾ തേർഡ് ഫേസ് വളരെ എളുപ്പമായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ്.